ഇന്ന് ഈ ഒരുങ്ങി പോണത് ഈ കാണുന്ന സാധനം കൊടുങ്ങല്ലൂർ കൊണ്ടുപോയി കൊടുക്കാൻ നേരെ വണ്ടി എടുത്ത് കാണാൻ നമ്മൾ പോണ തറയിൽ പമ്പ് കാണും. നമ്മൾ എന്തെങ്കിലും ഗൾഫിൽ നിന്ന് വരുമ്പോൾ ആരെങ്കിലൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു സാധനങ്ങൾ ഇതിന്റെ മക്കൾക്ക് ഒന്ന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കാണാം. അങ്ങനെ തന്നതാണ് ഈ സാധനം. നേരെ തറയിൽ പമ്പിലെത്തി വണ്ടി സൈഡായിക്കാണ് നമ്മളൊരാൾ കാത്ത്. മറ്റാരല്ല നമ്മളെ ബാവുട്ടിയാക്കാനെ കാത്തിരിപ്പിനുള്ള ബാവുട്ടിക്ക് കാറ് നേരെ വണ്ടിയിലാണ് കയറി ഇരുന്നത്. ഈ സാധനം നേരെ ബാക്കിലാണ്. നമുക്ക് ഇനിയും ഒരാളും കൂടി കയറ്റാണ്. വേറെ ആരല്ല എന്റെ അമ്മോനും മോൻ ആദ്യം. അങ്ങനെ പയ്യനങ്ങാടി നിന്ന് ഓനും കയറ്റിക്കാൻ നമ്മളെ നേരെ വണ്ടി വെച്ചു. അങ്ങനെ വൈമധ്യ ബാവുട്ടി പറഞ്ഞു ഇനി വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എണ്ണടി. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് പമ്പ് കയറ്റി എണ്ണടിച്ച് വീണ്ടും യാത്ര തുടർന്നു. ബൗട്ടിക്ക് തന്നെ ഗ്ലാസ്സെല്ലാം വെച്ച് കാണട്ടെ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ ചങ്ക് നിർണയിച്ച് നമുക്ക് വീഡിയോ കോൾ ചെയ്യുന്നത്. അവന്റെ വീഡിയോ കോളും കഴിഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വണ്ടി ഹൈവേ വെക്കാണ്ട് കയറ്റി. പിന്നെ ഫുള്ള് ഹൈവേ മേലാണ് വെച്ച് പിടിച്ച് 100, 150, 110. അങ്ങനെ അവിടുത്തെ ആ സാധനം കൊടുത്ത് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ചാവക്കാട് നമ്മൾ ഉപ്പാന്റെ സ്നേഹിതന്റെ. അങ്ങനെ മൂപ്പര് പറഞ്ഞ് വരുന്ന വഴിക്ക് പെരിക്കൊന്ന് കയറി മൂപ്പര് ലൊക്കേഷനൊക്കെ അയച്ചത് നേരെ മൂപ്പര് പെരിയിലാണ്. ഈ കാണുന്ന മൂപ്പർക്ക് ഉണ്ടാക്കുന്ന പുതിയ വീടാണ് കേട്ടോ. മൂപ്പരാണെങ്കിൽ മുന്നിൽ നടന്നുകൊണ്ട് ഞങ്ങൾക്ക് വീടും പരിസരവും ഫുള്ള് ചുറ്റി കറക്കി കാണിച്ചു തന്നിട്ട് എല്ലാവിധ സൗകര്യങ്ങളും നല്ല അടിപൊളി പേരട്ട വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സ്വപ്നം. അങ്ങനെ അവിടുന്ന് ചായയും കുടിച്ച് മൂപ്പരിപ്പോ സെൽഫി എടുത്തതിന് നമ്മൾ നേരെ നാട്ടിലേക്ക് വണ്ടി തിരി. അങ്ങനെ പോണ വഴിക്കാണ് എനിക്ക് മന്തി കഴിക്കാൻ ഒരു പോകും. നാട്ടിലെത്തുന്നതിന് മുന്നേ വൈമത്തിൽ ഞങ്ങൾ മന്തിക്കടയിൽ മന്തി കഴിക്കാൻ. അതിന് മുന്നേ ആദ്യം പോയി കൈയെല്ലാം കഴുകി അവിടെ ഇരിക്കുക. നല്ലൊരു അടിപൊളി റെസ്റ്റോറന്റ് കേട്ടോ. മേലെ നല്ല സെറ്റപ്പ് ലൈറ്റും കാര്യങ്ങളും AC. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല സ്റ്റാർട്ടറും കടങ്കാലി വെള്ളവും കെച്ചപ്പും സോസും ഒക്കെ കൊണ്ടാണ്. അതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഐറ്റം എത്തി മന്തി. ഞാൻ മന്തി റൈസ് വിത്ത് അൽഫാം ആട്ടോ പറഞ്ഞേക്കുന്നത്. സാധനം വന്നപാടെ ഞാൻ അറ്റാക്ക്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ കോയിന്റെ കാല് മാത്രമേ പറ്റും. ഞാനൊരു മൂലക്ക് നൈസായിട്ട് നമ്മളെ പരിപാടി. എന്റെ ഒപ്പമുള്ളവരാണെങ്കിൽ എന്റെ പിന്നാലെ തന്നെ ആദ്യം മോനെ ഓർഡർ ചെയ്ത് പൊറാട്ട ഒരു ചിക്കന്റെ ബട്ട് ആ സാധനം പോരാ. പക്ഷേ അതിന് അലാക്കി അത് അവിടെ പറയാൻ പോയപ്പോൾ മൂപ്പര് നമ്മൾ വേണ്ട വിധം ഗൗനിച്ചില്ല. അത് നമുക്ക് വിഷമായി. ഇനിയിപ്പോ നാളെ കാണാം.